അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ചെറുപെരുന്നാൾ പിറവി ദൃശ്യമാവലോടുകൂടെ നിർബന്ധമാകുന്ന സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. അത് ശരീരത്തിൻ്റെ സക്കാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഫിത്ർ സക്കാത്ത് നിയമമാക്കപ്പെട്ടത്? മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫറളാക്കി, നിർബന്ധമാക്കി. എന്തിനെ? സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്തിന്, ശരീരത്തിൻ്റെ സക്കാത്തിന്. എന്തിനു വേണ്ടിയിട്ട്? തുഹറത്തുൽ ലിസ്സാഇമി മിനൽ ലഗ്വി വറഫസ്, നോമ്പുകാരൻ അദ്ദേഹത്തിന് സംഭവിച്ചു പോയ വാക്കിൽ അതുപോലെ തന്നെ മറ്റൊക്കെ സംഭവിച്ചു പോയ കുറവുകൾ, പാകപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഫിത്ർ സക്കാത്തിനെ നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ തുഅമത്തുൽ ലിൽ മസാക്കീൻ, പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് പെരുന്നാൾ ദിവസം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ സാധ്യമാകണം. അന്നത്തെ ദിവസം ഒരാൾ പോലും പട്ടിണി കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണമായിട്ടുകൂടെയാണ് ഫിത്ർ സക്കാത്തിനെ നിയമമാക്കപ്പെട്ടതെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ നോമ്പനുഷ്ഠിച്ചപ്പോൾ നാം അറിയാതെ നമ്മളിൽ നിന്നും വന്നുപോയ വാക്കിലോ മറ്റൊക്കെ വന്നുപോയ ധാരാളം പാകപ്പിഴവുകൾ ഉണ്ടായേക്കാം. അവകളെല്ലാം പൊറുക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. നാം പകന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നോമ്പനുഷ്ഠിച്ച്, അതുപോലെ തന്നെ ഖുർആൻ ഓതിയും ദിക്റുകൾ ചൊല്ലിയും ഇഅ്തികാഫിലും ദാനധർമ്മങ്ങൾ ചെയ്യും. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വിശുദ്ധ റമളാൻ ശരീഫിൽ നമുക്ക് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. ഇന്ന് അള്ളാഹു തആല അത് സ്വീകരിച്ച് കിട്ടണം. റബ്ബിനടുത്തുള്ള ഖബൂലിയത്തുൽ അമലുകളായി ഇവകളെല്ലാം മാറണം. അതിനുവേണ്ടി നാം പ്രധാനമായും ചെയ്യേണ്ടുന്ന ഒന്നാണ് പെരുന്നാൾ മാസപ്പിറവി ദൃശ്യമാവലോടുകൂടെ നിർബന്ധമാകുന്ന ഫിത്ർ സക്കാത്ത്. അത് നാം അർഹരായ ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളത്. ഏറ്റവും ഉത്തമമായ സമയം പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പായി നൽകലാണെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നിസ്കാരത്തേക്കാൾ പിന്തിക്കുക എന്നുള്ളത് കറാഹത്തും പെരുന്നാൾ ദിവസത്തേക്കാൾ പിന്തിക്കൽ ഹറാമായിട്ടും നമ്മെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും അവനവന് നിർബന്ധമായ ഫിത്ർ സക്കാത്ത് അത് കൃത്യമായ സമയത്ത് തന്നെ കൊടുത്തുവിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ഒരു സാഴ് അഥവാ 4 മുദ്, ഏകദേശം 2600 കിലോഗ്രാം തൂക്കം വരുന്ന നമ്മുടെ നാടുകളിൽ സാധാരണമായി ഭക്ഷണമായി ഉപയോഗിക്കുന്ന അരിയാണ് അതിന് വിതരണം ചെയ്യേണ്ടത്. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് അരിക്കു പകരം അരിയുടെ കാശ് കൊടുത്താൽ ആ ഫിത്ർ സക്കാത്ത് വീടുകയില്ല എന്ന് ഫുഖഹാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാ നിയമങ്ങളും കൃത്യമായി മനസ്സിലാക്കി അത് ഒരിക്കലും നാം ചെയ്യുന്ന അമലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധാലുക്കളാകുകയും അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ അമാലുകളും സ്വീകരിക്കാനൊക്കെ വേണ്ടി മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയോടുകൂടെ റബ്ബിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് നാം അനുഷ്ഠിച്ച നോമ്പും നാം അനുഷ്ഠിച്ച മറ്റെല്ലാ കർമ്മങ്ങളും റബ്ബിങ്കിൽ സ്വീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് നാളെ പാരത്രികമായ ലോകത്ത് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെല്ലാവരെയും ഇഹലോക വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.